2 ദിവസം കൊണ്ട് മനസ്സ് റീസെറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഒരു റീസെറ്റ്? ദ നീഡ് ഫോർ എ റീസെറ്റ്. നിങ്ങളുടെ ഫോൺ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ഹാങ് ആവുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യാറുള്ളത്? അത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യും. അതിലൂടെ ഫോണിന്റെ റാം ക്ലിയർ ആവുകയും അത് വീണ്ടും പഴയതുപോലെ വേഗത കൈവരിക്കുകയും ചെയ്യുന്നു. സമാനമായി നമ്മുടെ മനസ്സിനും ഒരു റീസ്റ്റാർട്ട് ആവശ്യമുണ്ട്. രാവിലെ ഉണരുമ്പോൾ തന്നെ ഫോണിലെ നോട്ടിഫിക്കേഷനുകളിലേക്ക് നീളുന്ന കൈകൾ, ഓഫീസിലെ തിരക്കുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ, സാമ്പത്തികമായ ആശങ്കകൾ, സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ ആഡംബര ജീവിതങ്ങളുമായുള്ള താരതമ്യങ്ങൾ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്വാസമെടുക്കാൻ മറന്നുപോയിട്ടുണ്ടോ? ഒരു ദിവസം അവസാനിക്കുമ്പോൾ കടുത്ത ശാരീരിക അധ്വാനം ഒന്നും ചെയ്യാതെ തന്നെ അതിശക്തമായ മാനസിക ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഓവർ ഹീറ്റഡ് ആയ അവസ്ഥയിലാണ്. അതിന് അടിയന്തിരമായി ഒരു റീസെറ്റ് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് ഇത്രയധികം അസ്വസ്ഥമാകുന്നു എന്നും കേവലം 48 മണിക്കൂർ കൊണ്ട് അതിനെ എങ്ങനെ പൂർണ്ണമായും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും എന്നും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളുമാണ്. ആധുനിക മനുഷ്യനും മാനസിക അമിതഭാരവും, മെന്റൽ ഓവർലോഡ്. നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ ജീവിതം പ്രകൃതിയോട് ഇണങ്ങിയതായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവർ ഉണർന്നു, ജോലിക്കു പോയി, ഇരുട്ടു വീഴുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തി വിശ്രമിച്ചു. അവർക്ക് ചിന്തിക്കാൻ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ജീവിക്കുന്നത് വിവര സ്ഫോടനത്തിന്റെ, ഇൻഫർമേഷൻ എക്സ്പ്ലോഷന്റെ കാലത്താണ്. ഒരു ദിവസം ഒരു ശരാശരി മനുഷ്യൻ എത്രമാത്രം വിവരങ്ങളാണ് തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുന്നത്? വാർത്തകൾ, റീലുകൾ, മെസ്സേജുകൾ, ഇമെയിലുകൾ, പരസ്യങ്ങൾ, ഇങ്ങനെ കണ്ണിലൂടെയും കാതിലൂടെയും നമ്മൾ അറിയാതെ തന്നെ കോടിക്കണക്കിന് വിവരങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചേരുന്നു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 1 നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ സ്വീകരിച്ചിരുന്ന വിവരങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ ഒരു സാധാരണക്കാരൻ ഒരു ദിവസം കൊണ്ട് തന്റെ തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ തലച്ചോറിന് ഇതിനെയെല്ലാം പ്രോസസ്സ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. ഈ പരിധി ലംഘിക്കപ്പെടുമ്പോൾ മനസ്സ് മടുക്കാൻ തുടങ്ങുന്നു. ഇതിനെയാണ് മെന്റൽ ഫറ്റീഗ് അഥവാ മാനസിക ക്ഷീണം എന്ന് വിളിക്കുന്നത്. മനസ്സ് ഇങ്ങനെ ചിന്തകളും വിവരങ്ങളും കൊണ്ട് നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസിഷൻ ഫറ്റീഗ്. നിസ്സാര കാര്യങ്ങളിൽ പോലും കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയായ്ക, ലാക്ക് ഓഫ് ഫോക്കസ്. ഒരു പുസ്തകം വായിക്കാനോ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാനോ ഇരിക്കുമ്പോൾ മനസ്സ് അലഞ്ഞു തിരിയുന്നു. അകാരണമായ ദേഷ്യവും ഉത്കണ്ഠയും ഉണ്ടാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവരോട് ദേഷ്യപ്പെടുക, എപ്പോഴും ഉള്ളിൽ ഒരു ഭയം വെച്ചു പുലർത്തുക എന്നിവ. എന്താണ് ബ്രെയിൻ ഫോഗ്? നിങ്ങൾ പുകമഞ്ഞിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? മുന്നിലുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. ഇതേ അവസ്ഥ നമ്മുടെ ചിന്തകൾക്കുണ്ടാകുന്നതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കുന്നത്. വ്യക്തമായി ചിന്തിക്കാൻ കഴിയാതെ വരിക, കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, എപ്പോഴും ഒരു മന്ദത അനുഭവപ്പെടുക എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെയാണ്. അതിൽ ഒരേ സമയം 100-ലധികം ടാബുകൾ ഓപ്പൺ ചെയ്തു വെച്ചാൽ കമ്പ്യൂട്ടർ ഹാങ് ആവും. അതുപോലെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും വർത്തമാനകാലത്തെ സമ്മർദ്ദങ്ങളും ഒരേ സമയം മനസ്സിൽ നിറയുമ്പോൾ ചിന്തകളുടെ വ്യക്തത നഷ്ടപ്പെടുന്നു. ഈ പുകമഞ്ഞ് മാറ്റണമെങ്കിൽ മനസ്സിന് പൂർണ്ണമായ ഒരു വിശ്രമം നൽകിയേ തീരൂ. 48 മണിക്കൂറിന്റെ ശാസ്ത്രം. എന്തുകൊണ്ട് ഈ സമയം? പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണിത്. വർഷങ്ങളായി കൂടെയുള്ള മാനസിക സമ്മർദ്ദം മാറ്റാൻ വെറും 2 ദിവസം മതിയോ? ഉത്തരം മതി എന്നാണ്. ഇതിനു പിന്നിൽ ശക്തമായ ന്യൂറോ സയൻസ് ഉണ്ട്. നമ്മുടെ തലച്ചോറിന് അത്ഭുതകരമായ ഒരു കഴിവുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനും പുതിയ കോശബന്ധങ്ങൾ നിർമ്മിക്കാനും തലച്ചോറിന് സാധിക്കും.
നിങ്ങൾ നിരന്തരം സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗം എപ്പോഴും ഉണർന്നിരിക്കുകയും അത് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളെ എപ്പോഴും ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെയുള്ള മാനസികാവസ്ഥയിൽ എത്തിക്കുന്നു. എന്നാൽ 48 മണിക്കൂർ നേരത്തേക്ക് ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും അനാവശ്യ ഉത്തേജനങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഹോർമോൺ സമനില വീണ്ടെടുക്കുന്നു. സ്ട്രെസ് ഹോർമോണുകളുടെ ഉത്പാദനം കുറയുകയും മനസ്സിന് സന്തോഷം നൽകുന്ന സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് കൃത്യമാവുകയും ചെയ്യുന്നു. തലച്ചോറിന് വിശ്രമം ലഭിക്കുന്നു. ചിന്തകളെ നിയന്ത്രിക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിന് വിശ്രമം ലഭിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നു. ഇത് ഒരു കാട് വെട്ടിത്തെളിക്കുന്നത് പോലെയാണ്. 48 മണിക്കൂർ കൊണ്ട് കാട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ നടക്കാൻ ഒരു വഴി വെട്ടിയെടുക്കാൻ തീർച്ചയായും സാധിക്കും. ഡോപ്പമിൻ ഡിറ്റോക്സിന്റെ പ്രാധാന്യം. എന്താണ് ഡോപ്പമിൻ? നമ്മുടെ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തുവാണിത്. ഇതിനെ മോട്ടിവേഷൻ ഹോർമോൺ അല്ലെങ്കിൽ റിവാർഡ് കെമിക്കൽ എന്ന് വിളിക്കാം. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമ്മാനം ലഭിക്കുമ്പോൾ തലച്ചോറ് ഡോപ്പമിൻ പുറത്തുവിടും. ഇത് നമുക്ക് സന്തോഷം നൽകും. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകം ഈ ഡോപ്പമിൻ വ്യവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഓരോ ലൈക്കും ഷെയറും റീലുകളുടെ സ്ക്രോളിങ്ങും നിമിഷനേരം കൊണ്ട് നിങ്ങളുടെ തലച്ചോറിലേക്ക് വലിയ അളവിൽ ഡോപ്പമിൻ എത്തിക്കുന്നു. ഇതിനെ ചീപ്പ് ഡോപ്പമിൻ, വില കുറഞ്ഞ സന്തോഷം എന്ന് വിളിക്കാം. ഇത് തുടർച്ചയായി ലഭിക്കുമ്പോൾ തലച്ചോറിന്റെ ഡോപ്പമിൻ സ്വീകരണശേഷി കുറയുന്നു. ഫലമായി പുസ്തകം വായിക്കുക, ജോലി ചെയ്യുക, പഠിക്കുക തുടങ്ങിയ ചെറിയ തോതിൽ മാത്രം ഡോപ്പമിൻ തരുന്ന പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. കാരണം അവയൊന്നും പെട്ടെന്ന് സന്തോഷം തരുന്നില്ല. 48 മണിക്കൂർ റീസെറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ഡോപ്പമിൻ നിലവാരത്തെ സാധാരണ നിലയിലേക്ക്, അതായത് ബേസ് ലൈനിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതിനെയാണ് ഡോപ്പമിൻ ഡിറ്റോക്സ് എന്ന് വിളിക്കുന്നത്. റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഈ 48 മണിക്കൂർ ഒരു മാന്ത്രിക വടിയല്ല. പുസ്തകം വായിച്ചു തീർത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു തീരുമാനം ആവശ്യമുണ്ട്. ഈ 2 ദിവസം നിങ്ങൾ നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കണം. ഇതൊരു കഠിന വ്രതമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുതലാണ്. ഈ 48 മണിക്കൂർ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നും മണിക്കൂറുകൾ തിരിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സമാധാനപരമായ, ഏറ്റവും ഉൽപാദനക്ഷമമായ ആ 48 മണിക്കൂറുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ 12 മണിക്കൂർ ഡിജിറ്റൽ ഡീറ്റോക്സ്. നിങ്ങൾ അവസാനമായി എപ്പോഴാണ് മൊബൈൽ ഫോണിന്റെ ശബ്ദമോ നോട്ടിഫിക്കേഷനുകളോ ഇല്ലാതെ പ്രകൃതിയുടെ ശബ്ദം മാത്രം കേട്ട് 1 മണിക്കൂർ ഇരുന്നിട്ടുള്ളത്? ഓർക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ റീസെറ്റ് യാത്രയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ 48 മണിക്കൂർ റീസെറ്റ് ചലഞ്ചിന്റെ ആദ്യത്തെ 12 മണിക്കൂറാണ് ഏറ്റവും പ്രധാനം. കാരണം അതാണ് അടിത്തറ. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ദൃഢമായിരിക്കും ആ കെട്ടിടം. അതുപോലെ ആദ്യത്തെ 12 മണിക്കൂർ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ റീസെറ്റിന്റെ വിജയം. ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാഹ്യമായ ലോകത്തിൽ നിന്നുള്ള അനാവശ്യമായ ശബ്ദങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ്. അതിനുള്ള ഒരേ ഒരു വഴി ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. ഡിജിറ്റൽ ലോകമെന്ന മായാവലയം. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും നമ്മുടെ കൂടെയുള്ളത് ആരാണ്? മാതാപിതാക്കളോ പങ്കാളിയോ കുട്ടികളോ വായനയോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ മൊബൈൽ ഫോണുകളാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ വാട്സാപ്പ് മെസ്സേജുകളും ഇൻസ്റ്റഗ്രാം റീലുകളും നോക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ഉണർത്തുകയല്ല, മറിച്ച് അതിനെ അതിശക്തമായ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഓരോ കാര്യവും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഒരാളുടെ നല്ല വസ്ത്രം, മറ്റൊരാളുടെ യാത്രകൾ, പുതിയ കാർ,
ഇവയെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ അവരുമായി നമ്മളെ താരതമ്യം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട് എനിക്കിതില്ല, ഞാൻ എവിടെയോ പരാജയപ്പെട്ടു പോയോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉള്ളിൽ വളരുന്നത് ഈ ഡിജിറ്റൽ അമിത ഉപയോഗം കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ 12 മണിക്കൂറിൽ നമ്മൾ നമ്മുടെ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടെലിവിഷൻ എന്നിവ പൂർണ്ണമായും ഓഫ് ചെയ്തു വെക്കാൻ പോകുകയാണ്. ഇതിനായുള്ള ഒരുക്കങ്ങൾ: പെട്ടെന്നൊരു ദിവസം രാവിലെ ഫോൺ ഓഫ് ചെയ്തു വെക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. ഇത് കൂടുതൽ ഉത്കണ്ഠയ്ക്ക് കാരണമായേക്കാം. ഇതിനെ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഈ 12 മണിക്കൂർ ആരംഭിക്കുന്നതിനു മുമ്പ് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മുൻകൂട്ടി അറിയിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടും ഓഫീസിലും നിങ്ങളുടെ അടുത്ത കുറച്ചു മണിക്കൂറുകൾ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ ലഭ്യമായിരിക്കില്ല എന്ന് അറിയിക്കുക. അടിയന്തര കോളുകൾക്ക് മാത്രം. ഫോൺ പൂർണ്ണമായി ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈലന്റ് മോഡിൽ വെക്കാം. എന്നാൽ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യണം. ഒരു സുരക്ഷിത ഇടം കണ്ടെത്തുക. വീട്ടിലെ ഒരു മുറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുന്ന മറ്റേതെങ്കിലും സ്ഥലമോ ഇതിനായി തിരഞ്ഞെടുക്കുക. അവിടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ. മനസ്സിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ, വിഡ്രവൽ സിംറ്റംസ്. നിങ്ങൾ ഫോൺ മാറ്റിവെച്ച് ആദ്യത്തെ 1-2 മണിക്കൂറുകൾ കഴിയുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും. അറിയാതെ കൈകൾ ഫോൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് നീളും. പോക്കറ്റിൽ ഫോൺ ഇല്ലാതിരുന്നിട്ടും അത് വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നും. ഇതിനെ ഫാന്റം വൈബ്രേഷൻ സിൻഡ്രോം എന്നാണ് പറയുക. ഇത് തികച്ചും സ്വാഭാവികമാണ്. നിങ്ങളുടെ തലച്ചോറിന് ലഭിച്ചുകൊണ്ടിരുന്ന ഡോപ്പമിൻ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം വെപ്രാളമാണിത്. ഈ സമയത്ത് നിങ്ങൾ സ്വയം പറയുക, ഇത് താൽക്കാലികമാണ്, എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഫോണിന് പകരം എന്ത് ചെയ്യണം? ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറുമ്പോൾ വലിയൊരു സമയ കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു ദിവസം ഇത്രയധികം സമയം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ഈ സമയം മടുപ്പൊഴിവാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. പ്രകൃതിയുമായുള്ള സമ്പർക്കം. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ തൊടിയിലോ ഇറങ്ങി നടക്കുക. ചെടികളെയും പക്ഷികളെയും നിരീക്ഷിക്കുക. വെറും മണ്ണിൽ നഗ്നപാതനായി നടക്കുക. എർത്തിങ്. ഇത് ശരീരത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാൻ സഹായിക്കും. ഒരു പുസ്തകം വായിക്കുക. പണ്ടെപ്പോഴോ വാങ്ങി മാറ്റിവെച്ച നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങുക. ഫോൺ സ്ക്രീനിലേക്ക് നോക്കുന്നത് പോലെയല്ല പുസ്തകം വായിക്കുന്നത്. അത് തലച്ചോറിന്റെ ഭാവനയെയും ഏകാഗ്രതയെയും ഉണർത്തും. പഴയൊരു ഹോബി കണ്ടെത്തുക. വരയ്ക്കുക, പാട്ടു കേൾക്കുക. ഫോണിലല്ലാതെ പഴയ റേഡിയോയിലോ മറ്റോ. അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. നിശബ്ദതയുടെ ശക്തി, ദ പവർ ഓഫ് സൈലൻസ്. ആദ്യത്തെ 12 മണിക്കൂർ അവസാനിക്കാറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാകാം, എന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകും. ബാഹ്യമായ കോലാഹലങ്ങളിൽ നിന്ന് മാറി സ്വന്തം ശ്വാസത്തിലേക്കും ചിന്തകളിലേക്കും ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ നിശബ്ദതയാണ് നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ മരുന്ന്. ഇത് നിങ്ങളുടെ ചിന്തകളെ ക്രമീകരിക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളുടെ തലച്ചോറിനെ പാകപ്പെടുത്തുകയും ചെയ്യും. 12 മുതൽ 24 മണിക്കൂർ വരെ ശരീരവും മനസ്സും ഒന്നിലേക്ക്. ഫിസിക്കൽ ആൻഡ് മെന്റൽ അലൈൻമെന്റ്. ശരീരവും മനസ്സും 2 വേറിട്ട ദ്വീപുകളല്ല. അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്. നിങ്ങളുടെ ശരീരം കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ മനസ്സിന് ഒരിക്കലും ശാന്തമായിരിക്കാൻ കഴിയില്ല. തിരിച്ചും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഡിജിറ്റൽ ഡിറ്റോക്സിന്റെ ആദ്യത്തെ 12 മണിക്കൂർ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ബാഹ്യലോകത്തു നിന്നുള്ള അനാവശ്യ ശബ്ദങ്ങൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. ഇനി നമ്മൾ കടക്കുന്നത് 12 മുതൽ 24 മണിക്കൂർ വരെയുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ്. ഈ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം അലൈൻമെന്റ് അഥവാ ശരീരത്തെയും മനസ്സിനെയും ഒരേ താളത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്.
പലപ്പോഴും നമ്മൾ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ പകുതി കാരണം നമ്മുടെ ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന അവഗണനയാണ്. ഈ 12 മണിക്കൂർ കൊണ്ട് നമ്മൾ ശരീരത്തിലെ വിഷാംശങ്ങളെയും സ്ട്രെസ് ഹോർമോണുകളെയും പുറന്തള്ളാൻ പോവുകയാണ്. ടോക്സിൻസ് ആൻഡ് സ്ട്രെസ് ഹോർമോൺസ്. വെയ്റ്റഡ് ബോഡി ആൻഡ് ലൈറ്റ് മൈൻഡ്. ദ ബോഡി മൈൻഡ് കണക്ഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കടുത്ത വിഷമമുള്ളപ്പോഴോ ദേഷ്യം വരുമ്പോഴോ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുകയും കൈപ്പത്തികൾ തണുക്കുകയും ശ്വാസോച്ഛ്വാസം വേഗത്തിലാവുകയും ചെയ്യും. ഇതിനർത്ഥം മനസ്സിന്റെ വികാരങ്ങൾ ശരീരത്തിൽ ഉടനടി പ്രതിഫലിക്കുന്നു എന്നാണ്. ഇതേ തത്വം തിരിച്ചും പ്രവർത്തിക്കും. ശരീരത്തെ ബോധപൂർവം ശാന്തമാക്കിയാൽ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണർത്തുകയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇത് ശരീരത്തിന് വിശ്രമിക്കാനും സ്വയം സുഖപ്പെടാനുമുള്ള സന്ദേശം നൽകുന്നു. ശ്വാസത്തിന്റെ മാന്ത്രികത. നമ്മുടെ ജനനം മുതൽ മരണം വരെ കൂടെയുള്ളത് ശ്വാസമാണ്. എന്നാൽ ജീവിച്ചിരിക്കാൻ വേണ്ടി മാത്രം ചെറിയ രീതിയിൽ ശ്വാസം എടുക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ മുകളിലായിരിക്കും. ഇത് തലച്ചോറിലേക്ക് കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തുന്നതിനെ തടയുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അഥവാ വയറു നിറച്ചുള്ള ശ്വാസമെടുക്കലാണ്. 4-7-8 ശ്വസന രീതി. 4 സെക്കൻഡ് മൂക്കിലൂടെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ വയർ ഒരു ബലൂൺ പോലെ വീർക്കണം. 7 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി പിടിക്കുക. 8 സെക്കൻഡ് വായിലൂടെ ഊതിക്കൊണ്ട് പതുക്കെ ശ്വാസം പൂർണ്ണമായും പുറത്തുവിടുക. ഇത് ഒരു 5 മുതൽ 10 തവണ വരെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിലേക്ക് വലിയ അളവിൽ ഓക്സിജൻ എത്തുകയും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും ചെയ്യും. മനസ്സിന് പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. ലളിതമായ ഭക്ഷണം, ശുദ്ധമായ ജലം. മെഡിക്കൽ സയൻസിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ രണ്ടാമത്തെ തലച്ചോറ് എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ സന്തോഷം നൽകുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ 90% ഉത്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ നേരിട്ട് സ്വാധീനിക്കുന്നു. ഈ 24 മണിക്കൂർ തികയുന്നതുവരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ലളിതമായിരിക്കണം. എണ്ണപ്പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരമുള്ള കാര്യങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ഇവ ശരീരത്തിൽ വീക്കവും മന്ദതയും ഉണ്ടാക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, എളുപ്പത്തിൽ ദഹിക്കുന്ന കഞ്ഞി അല്ലെങ്കിൽ ലളിതമായ സസ്യഭക്ഷണം എന്നിവ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ തലച്ചോറ് ക്ഷീണിക്കുകയും അത് ഉത്കണ്ഠയിലേക്ക് നയിക്കുകയും ചെയ്യും. ബോധപൂർവമായ വിശ്രമവും പ്രകൃതിയിലെ നടത്തവും. ഈ ഘട്ടത്തിൽ ജിമ്മിൽ പോയി കഠിനമായ വ്യായാമം ചെയ്യരുത്. പകരം ശരീരത്തിന് സുഖകരമായ ചലനങ്ങൾ ചെയ്യുക. ലളിതമായ യോഗാസനങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങി പതുക്കെ ഒരു നടത്തമാകാം. ഈ നടത്തത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലടികളിലും ചുറ്റുമുള്ള പ്രകൃതിയിലും മാത്രമായിരിക്കണം. കാറ്റ് വന്ന് നിങ്ങളുടെ ശരീരത്തിൽ തൊടുമ്പോഴുള്ള അനുഭൂതി, പക്ഷികളുടെ ശബ്ദം, മരങ്ങളുടെ പച്ചപ്പ് എന്നിവയിലേക്ക് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നുവിടുക. ഇതിനെയാണ് ഗ്രൗണ്ടിംഗ് അല്ലെങ്കിൽ പ്രകൃതിയോട് ലയിക്കൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ കാന്തികോർജത്തെ സമനിലയിലാക്കാൻ സഹായിക്കും. ആഴത്തിലുള്ള ഉറക്കം. 24ാമത്തെ മണിക്കൂർ അടുക്കുമ്പോൾ നിങ്ങൾ രാത്രിയിലെ ആഴത്തിലുള്ള ഉറക്കത്തിനായി തയ്യാറെടുക്കണം. കഴിഞ്ഞ 12 മണിക്കൂറായി നിങ്ങൾ ഡിജിറ്റൽ സ്ക്രീനുകൾ നോക്കാത്തതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിൽ മെലട്ടോണിൻ എന്ന ഉറക്ക ഹോർമോൺ കൃത്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. രാത്രി നേരത്തെ തന്നെ കിടക്കുക. ഉറങ്ങുന്നതിനു തൊട്ടു മുമ്പ് വീണ്ടും കുറച്ചു സമയം ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ രാത്രിയിലെ ഉറക്കം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഉറക്കമായിരിക്കും. നിങ്ങൾ ഉറങ്ങുമ്പോൾ തലച്ചോറ് അതിൻ്റെ കോശങ്ങളിലെ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. 24 മുതൽ 30 മണിക്കൂർ വരെ ചിന്തകളുടെ ശുദ്ധീകരണം, ഡീക്ലട്ടറിംഗ് ദ മൈൻഡ്. നമ്മുടെ വീട് അഴുക്കായാൽ നമ്മൾ അത് വൃത്തിയാക്കും. വസ്ത്രങ്ങൾ അഴുക്കായാൽ കഴുകി വെളുപ്പിക്കും. എന്നാൽ വർഷങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെയും നെഗറ്റീവ് ഓർമ്മകളെയും നമ്മൾ എപ്പോഴെങ്കിലും വൃത്തിയാക്കാറുണ്ടോ?
നിങ്ങളുടെ 48 മണിക്കൂർ റീസെറ്റ് യാത്രയുടെ പകുതി ദൂരം നിങ്ങൾ വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഡീടോക്സും മനസ്സും ശരീരവും തമ്മിലുള്ള സമന്വയവും കഴിഞ്ഞ് ആഴത്തിലുള്ള ഒരു ഉറക്കത്തിന് ശേഷം നിങ്ങൾ ഉണരുമ്പോൾ മനസ്സ് മുൻപത്തേക്കാൾ വളരെ ശാന്തമായിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി നമ്മൾ കടക്കുന്നത് 24 മുതൽ 30 മണിക്കൂർ വരെയുള്ള ഘട്ടത്തിലേക്കാണ്. ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം മൈൻഡ് ഡീക്ലട്ടറിംഗ് അഥവാ ചിന്തകളുടെ ശുദ്ധീകരണമാണ്. ശാന്തമായ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യ ചിന്താഭാരങ്ങളെ പുറന്തള്ളാനുള്ള സമയമാണിത്. എന്താണ് മാനസിക അഴുക്ക്, മെന്റൽ ക്ലട്ടർ? നമ്മുടെ മനസ്സിനെ ഒരു വലിയ സ്റ്റോർ റൂം പോലെ സങ്കല്പിക്കുക. അതിൽ ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ടാകും, വർഷങ്ങളായി ഉപയോഗിക്കാത്ത അനാവശ്യ സാധനങ്ങളും ഉണ്ടാകും. പഴയ ദേഷ്യം, ആരോടൊക്കെയോ ഉള്ള പ്രതികാരം, പരാജയ ഭീതി, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്ത, കുറ്റബോധം, ഇവയെല്ലാമാണ് നമ്മുടെ മാനസിക അഴുക്കുകൾ. ഈ അഴുക്കുകൾ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം പുതിയതും പോസിറ്റീവുമായ ചിന്തകൾക്ക് അവിടെ ഇടമുണ്ടാകില്ല. ഒരു പാത്രത്തിൽ നിറയെ പഴയ കഞ്ഞി ഇരിക്കുകയാണെങ്കിൽ അതിലേക്ക് പുതിയ പായസം നമുക്ക് ഒഴിക്കാൻ കഴിയില്ലല്ലോ. ഒഴിച്ചാൽ പായസവും ചീത്തയാകും. അതുപോലെ മനസ്സിലെ പഴയ അഴുക്കുകൾ കളഞ്ഞാലേ പുതിയൊരു തുടക്കം സാധ്യമാകൂ. ബ്രെയിൻ ഡംപ്, ചിന്തകളെ കടലാസിലേക്ക് മാറ്റുക. നമ്മുടെ അഴുക്കുകൾ കളയാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ശാസ്ത്രീയ മാർഗമാണ് ബ്രെയിൻ ഡംപ്. നിങ്ങളുടെ ചിന്തകളെ തലച്ചോറിൽ നിന്ന് ഒരു കടലാസിലേക്ക് പകർത്തി വെക്കുന്ന രീതിയാണിത്. ഇതെങ്ങനെ ചെയ്യണം? ഒരു പേപ്പറും പേനയും എടുക്കുക. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ചിന്തകളാണോ വരുന്നത് അത് അതേപടി എഴുതുക. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കേണ്ടതില്ല. വ്യാകരണമോ അക്ഷരത്തെറ്റോ ശ്രദ്ധിക്കേണ്ടതില്ല. ആരോടെങ്കിലും ഉള്ള ദേഷ്യം, നിങ്ങളെ അലട്ടുന്ന കടബാധ്യതകൾ, ഭാവിയെക്കുറിച്ചുള്ള പേടി, പണ്ട് ആരോ നിങ്ങളെ അപമാനിച്ച സംഭവം, എന്തും എഴുതാം. മനസ്സ് പൂർണ്ണമായും ശൂന്യമായി എന്ന് തോന്നുന്നതുവരെ എഴുത്തു തുടരുക. എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ തലയിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം അതുവരെ നിങ്ങളുടെ തലച്ചോറിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങൾക്ക് നിങ്ങൾ ഒരു പുറത്തേക്കു പോകൽ വഴി നൽകിക്കഴിഞ്ഞു. ഔട്ട്ലെറ്റ്. വിട്ടുകളയലിന്റെ കല, ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. പേപ്പറിൽ എഴുതിയ കാര്യങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, സർക്കിൾ ഓഫ് കൺട്രോൾ. ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലി, പഠനം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ, സർക്കിൾ ഓഫ് കൺസേൺ. മറ്റുള്ളവരുടെ സ്വഭാവം, ഭൂതകാലത്തിൽ സംഭവിച്ച തെറ്റുകൾ, നാളത്തെ കാലാവസ്ഥ എന്നിവയെ നമുക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നത് പൂർണ്ണമായും നിർത്തുക. ഭൂതകാലം ഒരു ഉടഞ്ഞ പാത്രമാണ്. അതിനെ ഒട്ടിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഒരു ആചാരം, റിച്വൽ. നിങ്ങൾ എഴുതി വെച്ച ആ നെഗറ്റീവ് ചിന്തകളുടെ പേപ്പർ എടുത്ത് ഒന്നുകിൽ കത്തിച്ചു കളയുക, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി കീറി ചപ്പുചവറുകുട്ടയിൽ എറിയുക. ഇത് ചെയ്യുമ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്ന് മനസ്സിനോട് പറയുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വലിയൊരു ആശ്വാസം നൽകും. നോ എന്ന് പറയാൻ പഠിക്കുക. മാനസികമായ അഴുക്കുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശരി അഥവാ യെസ് എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മുടെ സമയവും ഊർജവും പരിമിതമാണ്. മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ സമാധാനം കളഞ്ഞ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളോട് സ്നേഹത്തോടെയും എന്നാൽ ദൃഢമായും നോ എന്ന് പറയാൻ ശീലിക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകൾ നിശ്ചയിക്കാൻ സാധിക്കും. 30ാമത്തെ മണിക്കൂറിലെ ശാന്തത. ഈ 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചിന്തകളെ എഴുതി തീർക്കുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകളയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ കരിങ്കല്ല് പോലെയാകും. ശില്പിക്ക് ഇനി അതിൽ മനോഹരമായ ഒരു ശില്പം കൊത്തിയെടുക്കാം. പുകമഞ്ഞുകളെല്ലാം നീങ്ങി വായു പ്രകാശപൂരിതമാകുന്ന ഒരു അവസ്ഥയാണിത്.
30 മുതൽ 36 മണിക്കൂർ വരെ സ്വയം തിരിച്ചറിയൽ അഥവാ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അവയർനെസ്. ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ യാത്ര ഏതാണെന്നറിയാമോ? അത് ഹിമാലയം കയറലോ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകലോ അല്ല, അത് സ്വന്തം ഉള്ളിലേക്ക് നടത്തുന്ന യാത്രയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ കാണിക്കുന്ന താല്പര്യത്തിന്റെ പകുതിയെങ്കിലും നമ്മളെ കുറിച്ചറിയാൻ കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെയും നെഗറ്റീവ് ഓർമ്മകളെയും മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മനസ്സ് ഒരു ശൂന്യമായ മുറി പോലെയാണ്. അവിടെ ബഹളങ്ങളില്ല, അനാവശ്യമായ അഴുക്കുകളില്ല. ഇനി നമ്മൾ കടക്കുന്നത് 30 മുതൽ 36 മണിക്കൂർ വരെയുള്ള 5ാം ഘട്ടത്തിലേക്കാണ്. ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം ആത്മപരിശോധനയാണ്, സെൽഫ് റിഫ്ലക്ഷൻ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും ശാന്തമായി ചിന്തിക്കാനുള്ള സമയമാണിത്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട ഞാൻ. നമ്മൾ എപ്പോഴും ഓട്ടത്തിലാണ്. പഠനം, ജോലി, കുടുംബം, പണം സമ്പാദിക്കൽ, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഞാൻ എന്തിനാണ് ഈ ഓടുന്നത്? ഈ ഓട്ടം എന്നെ എവിടെയാണ് എത്തിക്കുക? ഇത് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ വേണ്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ? പലരും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് തങ്ങൾ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഈ 6 മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ആ 4 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു പേപ്പറും പേനയും എടുത്ത് ശാന്തമായി ഇരുന്ന് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം എഴുതുക. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് പണം തന്ന സന്തോഷമാണോ, അതോ ബന്ധങ്ങളോ ഹോബികളോ തന്ന സന്തോഷമാണോ എന്ന് തിരിച്ചറിയുക. 2. നിലവിൽ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ്? പ്രശ്നത്തെ കൃത്യമായി നിർവചിച്ചാൽ പകുതി പരിഹാരമായി. 3. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാറ്റി നിർത്തിയാൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള ശീലം അല്ലെങ്കിൽ കാര്യം എന്താണ്? 4. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ എന്നെ എവിടെ കാണാൻ ആഗ്രഹിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ദിശ അഥവാ ഡയറക്ഷൻ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കാണും. കൃതജ്ഞതയുടെ ശക്തി, ദ മാജിക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ പ്രത്യേകത അതിന് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനാണ് ഇഷ്ടം. എനിക്ക് ആ കാറില്ല, എനിക്ക് വലിയ വീടില്ല, എനിക്ക് നല്ല ശമ്പളമില്ല, ഇങ്ങനെ പരാതികളുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഈ ചിന്താഗതിയെ മാറ്റാനുള്ള മരുന്നാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരാവുക. കൃതജ്ഞതാ ലിസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ 5 കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോടോ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ദൈവത്തോടോ നന്ദി പറയുക. ഉദാഹരണത്തിന്, ശ്വസിക്കാൻ തരുന്ന വായുവിന്, കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണത്തിന്, നമ്മളെ സ്നേഹിക്കുന്ന കുടുംബത്തിന്, സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്ന ആ വീടിന്. പഠനങ്ങൾ പറയുന്നത് ദിവസവും കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന ആളുകളുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഡോപ്പമൈൻ, സെറട്ടോണിൻ ഹോർമോണുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ അഭാവത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് നയിക്കും. സ്കേഴ്സിറ്റി ടു അബണ്ടൻസ്. സ്വയം ക്ഷമിക്കുക, ഫോർഗിവിംഗ് യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകും, എന്നാൽ സ്വന്തം തെറ്റുകളോട് ഒരിക്കലും ക്ഷമിക്കില്ല. പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ പേരിൽ ഇന്നും സ്വയം കുറ്റപ്പെടുത്തുന്നവരാണ് പലരും. സെൽഫ് ഗിൽട്ട്. ഓർക്കുക, അന്ന് ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയും അറിവും അതായിരുന്നു. മനുഷ്യൻ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് സ്വയം പറയുക, പറ്റിയ തെറ്റുകൾക്കെല്ലാം ഞാൻ എന്നോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറാൻ പോവുകയാണ്. 36ാമത്തെ മണിക്കൂറിലെ ആന്തരിക സമാധാനം. ഈ ഘട്ടം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയൊരു ബഹുമാനവും സ്നേഹവും തോന്നിത്തുടങ്ങും. ബാഹ്യമായ ലോകത്തിന്റെ വിജയ അളവുകോലുകളല്ല,
മറിച്ച് നിങ്ങളുടെ ആന്തരിക സമാധാനമാണ് പ്രധാനം എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പുതിയ വിത്തുകൾ പാകാൻ പാകത്തിൽ ഉഴുതുമറിച്ച ഒരു നിലം പോലെ തയ്യാറായി കഴിഞ്ഞു. 36 മുതൽ 48 മണിക്കൂർ വരെ ഒരു പുതിയ തുടക്കം. ഡിസൈനിങ് ദ ഫ്യൂച്ചർ. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിനു മുമ്പ് നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്തുന്നു. കഴിഞ്ഞ 36 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ മനസ്സാകുന്ന നിലത്തെ പാകപ്പെടുത്തലായിരുന്നു. ഇനി അതിലേക്ക് പുതിയ ജീവിതത്തിന്റെ, പുതിയ സ്വപ്നങ്ങളുടെ വിത്തുകൾ പാകാനുള്ള സമയമാണ്. നമ്മുടെ 48 മണിക്കൂർ റീസെറ്റ് യാത്രയുടെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്തെ ബഹളങ്ങൾ ഒഴിവാക്കി ശരീരത്തെയും മനസ്സിനെയും സമന്വയിപ്പിച്ച് ചിന്തകളിലെ അഴുക്കുകൾ തൂത്തുവാരി നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ 36 മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ശൂന്യമായ സ്ലേറ്റ് പോലെയാണ്. ഈ 36 മുതൽ 48 മണിക്കൂർ വരെയുള്ള അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാവിയെ രൂപകൽപ്പന ചെയ്യുക എന്നതാണ്. ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, ഏതൊക്കെ നല്ല ശീലങ്ങളാണ് കൂടെ കൂട്ടേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യും. വ്യക്തതയാണ് ശക്തി. ക്ലാരിറ്റി ഈസ് ദ പവർ. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അവർക്ക് കഠിനാധ്വാനം ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ലക്ഷ്യമില്ലാതെ ഓടുന്ന ഒരു വണ്ടി ഒരിടത്തും എത്തിച്ചേരില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തതയോടെ ചിന്തിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ പ്രധാനപ്പെട്ട 4 മേഖലകളായി തിരിച്ച് ഓരോ മേഖലയിലും നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എഴുതി വയ്ക്കുക. ആരോഗ്യം. ശരീരഭാരം കുറയ്ക്കണോ? ദിവസവും വ്യായാമം ചെയ്യണോ? ഭക്ഷണക്രമം മാറ്റണോ? കരിയർ അല്ലെങ്കിൽ സാമ്പത്തികം. പുതിയൊരു ജോലി കണ്ടെത്തണോ? വരുമാനം കൂട്ടണോ? സമ്പാദ്യം തുടങ്ങണോ? ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണോ? സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കണോ? വ്യക്തിത്വം, പേഴ്സണൽ ഗ്രോത്ത്. പുതിയൊരു ഭാഷ പഠിക്കണോ? പുസ്തക വായന കൂട്ടണോ? എന്നിങ്ങനെ. ലക്ഷ്യങ്ങളെ ലളിതമാക്കുക. ദ പവർ ഓഫ് മൈക്രോ ഹാബിറ്റ്സ്. ഒരു പുതിയ തുടക്കം എന്ന് കേൾക്കുമ്പോൾ പലരും ആദ്യ ദിവസം തന്നെ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കും. നാളെ മുതൽ ഞാൻ ദിവസവും 2 മണിക്കൂർ ജിമ്മിൽ പോകും, ഒരു ദിവസം ഒരു പുസ്തകം മുഴുവൻ വായിക്കും. ഇങ്ങനെയാണ് തീരുമാനങ്ങളെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ മനസ്സ് മടുക്കും. വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തലച്ചോറിന് മടിയാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോ ഹാബിറ്റ്സ് എന്ന കുഞ്ഞു ശീലങ്ങളുടെ തന്ത്രമാണ്. ദിവസവും 1 മണിക്കൂർ വായിക്കും എന്നതിനു പകരം ദിവസവും 5 പേജ് വായിക്കും എന്ന് തീരുമാനിക്കുക. ദിവസവും 1 മണിക്കൂർ വ്യായാമം എന്നതിന് പകരം ദിവസവും 10 മിനിറ്റ് നടക്കും എന്ന് തീരുമാനിക്കുക. ഈ ചെറിയ ശീലങ്ങൾ ചെയ്യാൻ തലച്ചോറിന് വലിയ അധ്വാനം ആവശ്യമില്ല. എന്നാൽ ഇവ തുടർച്ചയായി ചെയ്യുമ്പോൾ അത് പിന്നീട് വലിയ മാറ്റങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. വിഷ്വലൈസേഷൻ. സ്വപ്നങ്ങളെ കണ്ണിൽ കാണുക. ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു മാനസിക വ്യായാമമാണിത്. ശാന്തമായി ഇരുന്ന് കണ്ണുകൾ പൂട്ടി നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ശരീരം സ്വന്തമാക്കിയത്, കുടുംബത്തോടൊപ്പം സമാധാനമായി ഇരിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു സിനിമ പോലെ കാണുക. ആ നിമിഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും പൂർണ്ണമായി അനുഭവിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഊർജവും ആശയങ്ങളും നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. ക്രിയേറ്റിംഗ് ആൻ ആക്ഷൻ പ്ലാൻ. സ്വപ്നം കാണുന്നത് നല്ലതാണ്, എന്നാൽ അതിനൊപ്പം കൃത്യമായ പ്രവർത്തികൾ, ആക്ഷൻസ് കൂടി വേണം. നിങ്ങളുടെ അടുത്ത 1 മാസത്തെ ടാസ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. നാളെ രാവിലെ ഞാൻ എത്ര മണിക്ക് ഉണരും? ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ എന്താണ് ചെയ്യുക? ഫോൺ നോക്കാതെ ധ്യാനമോ വായനയോ എന്തുമാകാം. എന്റെ ലക്ഷ്യത്തിനായി ഞാൻ ദിവസവും മാറ്റിവെക്കുന്ന ആ 30 മിനിറ്റ് ഏതാണ്? ഇതൊരു പേപ്പറിൽ കൃത്യമായി എഴുതി നിങ്ങളുടെ മുറിയിൽ എപ്പോഴും കാണുന്നൊരിടത്ത് ഒട്ടിച്ചു വെക്കുക. 48ാമത്തെ മണിക്കൂർ. റീബൂട്ട് പൂർത്തിയായി. നിങ്ങൾ 48 മണിക്കൂർ തികയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞിട്ടുണ്ടാകും.
ഭയത്തിനും ഉത്കണ്ഠയ്ക്കും പകരം പ്രതീക്ഷയും വ്യക്തതയും നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിജയകരമായി റീസെറ്റ് ചെയ്തു കഴിഞ്ഞു. റീസെറ്റിന് ശേഷം മാറ്റങ്ങൾ നിലനിർത്താം. മെയിൻറ്റെയിനിങ് ദ റീസെറ്റ്. ഒരു വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല രീതിയിൽ ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഇന്ധനം അടിക്കുകയും ശ്രദ്ധയോടെ ഓടിക്കുകയും വേണം. അതുപോലെ ഈ 48 മണിക്കൂർ കൊണ്ട് റീസെറ്റ് ചെയ്ത മനസ്സ് എന്നും ഇതേ ഊർജത്തോടെ നിലനിൽക്കണമെങ്കിൽ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഭിനന്ദനങ്ങൾ! നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള 48 മണിക്കൂറുകളാണ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ശാന്തതയാണ്, ചിന്തകളിൽ വ്യക്തതയുണ്ട്, ഭാവിയെക്കുറിച്ച് കൃത്യമായ പ്ലാനുമുണ്ട്. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത് ഇനി മുതലാണ്. ഈ 48 മണിക്കൂർ ചലഞ്ച് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പഴയ തിരക്കുകളിലേക്കും ഫോൺ നോട്ടിഫിക്കേഷനുകളിലേക്കും സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്കും തിരികെ പോകും. അപ്പോൾ ഈ നേടിയെടുത്ത ശാന്തത വീണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ ഈ മാറ്റങ്ങളെ എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ലോകത്തെ അതിരുകൾ, ഡിജിറ്റൽ ബൗണ്ടറീസ്. നമ്മൾ പൂർണ്ണമായി സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണം എന്നല്ല ഇതിനർത്ഥം. എന്നാൽ ഡിജിറ്റൽ ലോകം നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ അതിനെ നിയന്ത്രിക്കണം. രാവിലെയും രാത്രിയും ഫോൺ ഫ്രീ ടൈം. രാവിലെ ഉണർന്ന ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റും രാത്രി ഉറങ്ങുന്നതിനു മുമ്പുള്ള 30 മിനിറ്റും ഫോൺ പൂർണ്ണമായി മാറ്റിവെക്കുക. ഈ സമയം വായനയ്ക്കോ ധ്യാനത്തിനോ കുടുംബത്തോടൊപ്പം സംസാരിക്കാനോ ഉപയോഗിക്കുക. നോട്ടിഫിക്കേഷൻ ഫിൽട്ടറിംഗ്. ആവശ്യമില്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ സ്ഥിരമായി ഓഫ് ചെയ്ത് വെക്കുക. ഫോൺ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് തലച്ചോറിനെ അനാവശ്യ സ്ട്രെസ്സിലേക്ക് നയിക്കും. സ്ക്രീൻ ടൈം പരിധി. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ദിവസവും ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് 1 മണിക്കൂർ മാത്രം മാറ്റിവെക്കുക. മിനി റീസെറ്റുകൾ ശീലമാക്കുക. ദ കോൺസെപ്റ്റ് ഓഫ് മിനി റീസെറ്റ്സ്. മനസ്സ് വീണ്ടും റീസെറ്റ് ചെയ്യാൻ എല്ലാ തവണയും 48 മണിക്കൂർ മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില മിനി റീസെറ്റുകൾ ഇതാ. ദിവസേനയുള്ള റീസെറ്റ്. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 10 മിനിറ്റ് നിശബ്ദമായി ഇരുന്ന് ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാരാന്ത്യ റീസെറ്റ്. ആഴ്ചയിൽ ഒരിക്കൽ, ഉദാഹരണത്തിന് ഞായറാഴ്ചകളിൽ കുറഞ്ഞത് 4 മണിക്കൂർ നേരത്തേക്ക് ഫോൺ പൂർണ്ണമായി ഓഫ് ചെയ്ത് കുടുംബത്തോടൊപ്പമോ പ്രകൃതിയോടൊപ്പമോ ചെലവഴിക്കുക. മാസാവസാന റീസെറ്റ്, മന്ത്ലി റീസെറ്റ്. ഓരോ മാസം കഴിയുമ്പോഴും 1 മണിക്കൂർ ഇരുന്ന് ആ മാസത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം പൂർത്തിയായി എന്ന് വിലയിരുത്തുക. തളർച്ചകളെ നേരിടാൻ പഠിക്കുക. ഹാൻഡ്ലിംഗ് റീലാപ്സസ്. ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നെന്ന് വരാം, ചില ദിവസങ്ങളിൽ നടന്നില്ലെന്നും വരാം. ജോലിസ്ഥലത്തെ സമ്മർദ്ദമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ കാരണം മനസ്സ് വീണ്ടും അസ്വസ്ഥമായേക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. മനസ്സ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഇത് വീണ്ടും എടുത്തു വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡംപ് രീതിയിലുള്ള ചിന്തകളെ എഴുതി പുറന്തള്ളുക. നല്ല സൗഹൃദങ്ങളും പോസിറ്റീവ് അന്തരീക്ഷവും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ മാനസികാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന, നെഗറ്റീവ് ചിന്തകൾ പങ്കുവെക്കുന്ന ആളുകളിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ല സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക. പോസിറ്റീവായ പുസ്തകങ്ങളും പോഡ്കാസ്റ്റുകളും നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. മാറ്റം നിങ്ങളിലാണ്. മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. അതിൽ മനോഹരമായ പൂക്കൾ വിരിയണമെങ്കിൽ നമ്മൾ ദിവസവും അതിനെ പരിപാലിക്കണം. അനാവശ്യമായ കളകൾ പറിച്ചു കളയണം. ഈ 48 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക. നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. കൂടുതൽ സമാധാനമുള്ള, കൂടുതൽ വ്യക്തതയുള്ള, കൂടുതൽ സന്തോഷമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.